ഹായ് ഗൈസ്, വെൽക്കം ടു സെയിലർ സ്റ്റോറി എപ്പിസോഡ് 1. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ മിനി ബാഹുബലി MS അഖിൽ. ഹായ് അഖിലേട്ടാ. ഹായ്, എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നു. കൊല്ലം സെയിലേഴ്സ് ഒക്കെ എങ്ങനെ? അടിപൊളി, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉഗ്രനായിട്ട് നടക്കുന്നു. ഒരു ചാമ്പ്യൻ സൈഡിൻ്റെ കൂടെ വരുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ ഫ്രാഞ്ചൈസിയിലോട്ടൊക്കെ വരുമ്പോൾ ചേട്ടനുള്ള എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രത്തിൻ്റെ കൂടെ ആയിരുന്നു, ഇത്തവണ കൊല്ലത്തിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉഗ്രനായിട്ട് പോകുന്നു. എല്ലാം മാനേജ്മെൻ്റ് അടക്കം എല്ലാവരും പ്ലേയേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ സച്ചിൻ ബേബി, വിഷ്ണു വിനോദ്, എല്ലാവരും അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. കേരളത്തിന് വേണ്ടി കുറേ കളിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ ഏട്ടാ, ചേട്ടൻ ഈ ഒരു KCL ഈ സീസൺ 2 ചേട്ടൻ ഈ കൊല്ലത്തിന് വേണ്ടി കളിക്കുമ്പോൾ അല്ലാണ്ട് ചേട്ടനുള്ള ഉള്ളിലെ ചേട്ടൻ എന്താണ് ഈ ഒരു പ്ലാൻ ടീമിന് കൊടുക്കാൻ പറ്റുന്ന ചേട്ടൻ്റെ പ്ലാൻ എന്താ ഈ കൊല്ലം? തീർച്ചയായിട്ടും എനിക്കിപ്പോൾ എൻ്റെ ഒരു റോളെന്ന് പറയുന്നത് ഒരു ഓൾറൗണ്ടർ തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഫീൽഡിങ്ങിലാണെങ്കിലും എനിക്ക് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. കേട്ടോ, അപ്പോൾ ചേട്ടൻ്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ചേട്ടൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ക്രിക്കറ്റർ, ലൈക്ക് ചേട്ടൻ ഇൻസ്പയർ ചെയ്ത മോസ്റ്റ് ഫേവറേറ്റ് ക്രിക്കറ്റർ ഇൻ എവറി ജനറേഷൻ? അത് തീർച്ചയായും എനിക്ക് ടെണ്ടുൽക്കർ തന്നെയാണ്, സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ക്രിക്കറ്റർ എന്ന് പറയുന്ന. ഓക്കെ, താങ്ക് യു അഖിലേട്ടാ. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ടൈം. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് സൈനിങ് ഓഫ് ഏതൻ ആപ്പിൾ ടോപ്പ്.